ചൈന തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക പരേഡിൽ ലോകത്തിനു മുന്നിൽ ഒരു ഭീമൻ മിസൈൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഡോങ്ഫങ് 5C. സ്വാഭാവികമായും ഉയർന്ന ചോദ്യം ഇതാണ്: ഈ ചൈനീസ് ഡ്രാഗണിന് മുന്നിൽ ഇന്ത്യയുടെ അഗ്നിക്ക് പിടിച്ചു നിൽക്കാനാകുമോ? മിസൈൽ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് മുന്നിൽ? ഒറ്റനോട്ടത്തിൽ ചൈനയുടെ മിസൈലിന് കഴിവുകൾ ഏറെയാണ്. 16,000 കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നു ചെന്ന് ഒരേ സമയം പല ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒന്ന്. അതായത് ഇന്ത്യയുടെ ഏതു ഭാഗവും അതിന് നിഴലിലാണ്. എന്നാൽ ഇതിന് ഇന്ത്യ നൽകുന്ന മറുപടിയാണ് നമ്മുടെ അഗ്നി 5. ചൈനയുടെ എല്ലാ പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിടാൻ അഗ്നിക്ക് കഴിയും. പോരാത്തതിന് ശത്രുക്കൾക്ക് കണ്ടെത്താനാവാത്ത വിധം എവിടെ നിന്നും വിക്ഷേപിക്കാം എന്നതും അഗ്നി 5നെ അതിശക്തനാക്കുന്നു. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. യുദ്ധം ജയിക്കുന്നത് മിസൈലിന്റെ ദൂരപരിധി മാത്രം നോക്കിയല്ല. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിനപ്പുറമാണ്. ഒന്നാമതായി നമ്മുടെ പ്രതിരോധ കവചം. ഒരു ശത്രു മിസൈൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നാൽ അതിനെ ആകാശത്ത് വെച്ചുതന്നെ തകർക്കാൻ കെൽപ്പുള്ള ശക്തമായ സംവിധാനങ്ങൾ നമുക്കുണ്ട്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഇന്ത്യയുടെ തിരിച്ചടിക്കാനുള്ള കഴിവ്. കരയിൽ നിന്നോ ആകാശത്തു നിന്നോ എന്തിന് കടലിനടിയിൽ ഒളിപ്പിച്ച അന്തർവാഹിനിയിൽ നിന്നു പോലുമോ അണുവായുധം പ്രയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതായത് ഒരാക്രമണത്തെ അതിജീവിച്ച് അതിലും ശക്തമായി തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ചൈനയുടെ ഡോങ്ഫങ് 5C ഒരു വലിയ ശക്തിപ്രകടനം തന്നെയാകാം. പക്ഷേ അതിനെ നേരിടാൻ സർവ്വസജ്ജമാണ് ഇന്ത്യ. നമ്മുടെ അഗ്നി മിസൈലും ശക്തമായ പ്രതിരോധ കോട്ടയും ആർക്കും തടുക്കാനാവാത്ത പ്രത്യാക്രമണ ശേഷിയും ചേരുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷ ഭദ്രമാണ്.